ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുഴിക്കാട്ടുശ്ശേരിയിലുള്ള വിശുദ്ധ മറിയം ത്രേസ്യാമ്മയുടെ കബറിടത്തിലേക്കാണ് കേട്ടോ. 1876 ഏപ്രിൽ 26-നാണ് പുത്തൻചിറ ഗ്രാമത്തിൽ നമ്മുടെ മറിയം ത്രേസ്യാമ്മ ജനിച്ചത്. കുഞ്ഞുനാളിൽ തന്നെ ഈശോയെ മറിയം ത്രേസ്യാമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. 1886-ലാണ് മറിയം ത്രേസ്യാമ്മ ഈശോയെ ആദ്യമായിട്ട് സ്വീകരിച്ചത്. മറിയം ത്രേസ്യാമ്മയ്ക്ക് 12 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചതുകൊണ്ട് അന്ന് മുതൽ പരിശുദ്ധ അമ്മേനെ സ്വന്തം അമ്മയായിട്ട് മറിയം ത്രേസ്യാമ്മ സ്വീകരിച്ചു കേട്ടോ. മറിയം ത്രേസ്യയുടെ ആത്മീയ പിതാവായിരുന്നു പുത്തൻചിറയുടെ വികാരിയായിരുന്ന ജോസഫ് ഇതയത്തിലച്ചൻ. ആരോരുമില്ലാത്തവരെ സഹായിച്ചാൽ ദൈവം തരുന്ന കൂലി അത് ആർക്കും ഊഹിക്കാൻ കഴിയാത്തതിലും അപ്പുറമാണെന്നുള്ള വിധേയത്തിലച്ചൻ്റെ വാക്കുകളാണ് കേട്ടോ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മറിയം ത്രേസ്യാമ്മയെ പ്രേരിപ്പിച്ചത്. സമാധാനമില്ലാതെ കഴിയുന്നവരെയും രോഗികളായി കഴിയുന്നവരെയും മരണത്തോട് മല്ലിട്ട് കഴിയുന്നവരെയും മറിയം ത്രേസ്യാമ്മ ആശ്വസിപ്പിച്ചു. 1904 മറിയം ത്രേസ്യാമ്മയ്ക്ക് പരിശുദ്ധ മാതാവിൻ്റെ ഒരു ദർശനം ഉണ്ടായി. ചെറുപ്പം മുതലേ ഈശോയെ ധ്യാനിച്ചിരുന്ന ത്രേസ്യാമ്മയ്ക്ക് പീഡാനുഭവ ദർശനങ്ങൾ നൽകി ദൈവം അനുഗ്രഹിച്ചിരുന്നു. ഈശോയുടെ കുരിശേറ്റുവാങ്ങി വേദന കുറയ്ക്കാൻ ത്രേസ്യ ഒരുപാട് ആഗ്രഹിച്ചു. 1914 മെയ് 14 മറിയം ത്രേസ്യാമ്മ സഭാ വസ്ത്ര സ്വീകരണവും പ്രഥമ വ്രത വാഗ്ദാനവും നടത്തി തിരുകുടുംബ സന്യാസിനി സമൂഹത്തിന് തുടക്കം കുറിച്ചു. കുടുംബങ്ങളിൽ പ്രാർത്ഥനാ ചൈതന്യവും സ്നേഹവും വളർത്തിയെടുത്തതുകൊണ്ടാണ് മറിയം ത്രേസ്യാമ്മയെ കുടുംബങ്ങളുടെ മധ്യസ്ഥ എന്നറിയപ്പെടുന്നത്. കുടുംബങ്ങളുടെ പുനരുത്ഥാനത്തിന് വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണെന്ന് ഗ്രഹിച്ച മറിയം ത്രേസ്യ 1915 പുത്തൻചിറയിൽ പെൺകുട്ടികൾക്കായി ഒരു വിദ്യാലയം ആരംഭിച്ചു. ജീവിത ദൗത്യം വിജയകരമായി പുരോഗമിക്കവേ തുമ്പൂരിലെ പുതിയ ശാഖാമഠത്തിൻ്റെ ആശീർവാദവേളയിൽ തിക്കിലും തിരക്കിലും മദ്ബഹായുടെ അഴുക്കാൽ മറിഞ്ഞ് മറിയം ത്രേസ്യാമ്മയുടെ കാലിൽ മാരകമായ മുറിവുണ്ടാവുകയും അത് മറിയം ത്രേസ്യാമ്മയെ രോഗബാധിതയാക്കുകയും ചെയ്തു. രോഗം മൂർച്ഛിച്ച് 1926 ജൂൺ 8 മറിയം ത്രേസ്യാമ്മ നിത്യതയിലേക്ക് യാത്രയായി. വിശ്വാസത്തിൻ്റെയും ജീവകാരുണ്യത്തിൻ്റെയും വീരോചിതമായ മാർഗത്തിലൂടെ ചരിച്ച ഈ സുഹൃത കന്യകയെ സഭ 1999 ജൂൺ 28 ധന്യയായും 2000 ഏപ്രിൽ 9 വാഴ്ത്തപ്പെട്ടവളായും 2019 ഒക്ടോബർ 13 വിശുദ്ധയായും പ്രഖ്യാപിച്ചു. മറിയം ത്രേസ്യാമ്മയുടെ വിശുദ്ധി നിറഞ്ഞ ഈ ജീവിതം നമുക്കും മാതൃകയാക്കാലേ.